നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? കോയിസൺ എന്ന ചെറുകഥ അല്ലെ? കോയിസൺ എന്ന ചെറുകഥയുടെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. പാഠഭാഗം വായിച്ചു ശേഷം അതിൻ്റെ ആശയം ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? മുഴുവനായിട്ട് നമ്മൾ വായിച്ചില്ല, ഏകദേശം പകുതിയോളം ഭാഗം വായിച്ചു. അതിനുശേഷം അതിൻ്റെ ആശയം ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അപ്പോൾ ഇനി എന്തായിരുന്നു ആ പാഠഭാഗം എന്തായിരുന്നു? കോയിസൺ എന്നുള്ള കുതിരവണ്ടിക്കാരനെ കുറിച്ച് അല്ലേ? അപ്പൊ ആരായിരുന്നു കോയിസൺ? അപ്പു എന്ന ഒരു കഥാപാത്രവും കോയിസൺ എന്ന ഒരു കഥാപാത്രവുമായിരുന്നു ഈ കോയിസൺ എന്ന കഥയിലെ മെയിൻ ആയിട്ടുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾ അല്ലേ? അപ്പോൾ അപ്പുവിന്റെ വീട്ടിലെ കുതിരവണ്ടിക്കാരനായിരുന്നു ഈ കോയിസൺ എന്ന കഥാപാത്രം. അപ്പൊ അപ്പുവിന്റെ വീട്ടിലെ ഉണ്ണിമാമൻ പഠിച്ച് ഡോക്ടറായി ഒരു കാറ് വാങ്ങുന്നതോടുകൂടി കുതിരവണ്ടി ആർക്കും വേണ്ടാതാവുകയും അതോടൊപ്പം കോയിസനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു കഥാസന്ദർഭം. അപ്പൊ മറ്റുള്ളവരെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് അത്ര വിഷമമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കോയിസന്റെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായ കോയിസന്റെ ഓമനയായ അപ്പുവിന് അത് വളരെ വ്യസനമായി, വളരെ വിഷമമായി. കാരണം കോയിസനെ അത്രമേൽ ഇഷ്ടമായിരുന്നു അപ്പുവിന്. കോയിസനും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ കോയിസനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓർക്കുന്ന കുറച്ച് സന്ദർഭമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത്. കോയിസൻ അവിടെ നിന്ന സമയത്ത് തന്നെ കോയിസൻ കുതിരകളുടെ കാര്യങ്ങൾ മാത്രമല്ല നോക്കിയിരുന്നത്, അതുപോലെ പഞ്ചായത്ത് ഓഫീസിൽ പോവാനും രജിസ്റ്റർ ഓഫീസിൽ പോവാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട ചായപ്പൊടി വാങ്ങിക്കാനും പുകയില വാങ്ങിക്കാനും അങ്ങനെ കോയിസന് എന്നും വെറുതെ ഇരിക്കാനൊരു സമയം ഉണ്ടാവില്ല. എന്നും ഓരോ ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ അപ്പുവിന്റെ മുത്തച്ഛനും വല്യച്ഛനും ഒക്കെ കോയിസനെ ഓരോ ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ പുകയിലയും ചായപ്പൊടിയും ഒക്കെ കോയിസൻ വാങ്ങിയാൽ മാത്രമേ നന്നാവൂ എന്നുള്ള ഒരു പക്ഷക്കാരാണ് ആ വീട്ടുകാര്. അപ്പൊ അപ്പുവിന് ഇനി സംശയമാണ്, ഈ കോയിസൻ ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു ഈ വീട്ടില്. അപ്പൊ ഈ കോയിസൻ പോയി കഴിഞ്ഞാൽ ഈ ജോലിയൊക്കെ ആര് ചെയ്യും എന്നുള്ള ഒരു ആശങ്ക അപ്പുവിനുണ്ട്. കൂടാതെ തന്നെ മറ്റുള്ളവര് അപ്പുവിനെ വഴക്ക് പറയുമ്പോൾ അപ്പുവിനെ അതിൽ നിന്ന് സംരക്ഷിച്ചിരുന്ന ആള് കോയിസനായിരുന്നു. അപ്പുവും കോയിസനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ് കോയിസൻ എന്ന് നമ്മൾക്ക് പറയാം. അപ്പൊ ടീച്ചർ ഈ കഥ ഒന്നുകൂടെ അതിന്റെ ബാക്കി ഭാഗം വായിക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഒരു തൊപ്പിക്കുടയോളം വലുപ്പമുള്ളതാണ് കോയിസന്റെ തലപ്പാവ്. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടിയുറപ്പിക്കുന്നത്. തലപ്പാവ് മുറുക്കിയെ കുതിരാലയത്തിലേക്ക് കൂടി കിടക്കൂ. തലയിൽ ഒന്നുമില്ലാതെ കോയിസനെ കണ്ടാൽ കുതിര ബഹളം വെക്കും. കോയിസൻ ചിരിക്കും. കഴുത, തലപ്പാവില്ലാത്തത് കൊണ്ട് ഞമ്മളെ മനസ്സിലായില്ല. വീട്ടിലുള്ളവരുടെ പഴയ മുണ്ടെല്ലാം കോയിസനുള്ളതാണ്. ഉണ്ണിമാമന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് 2 പഴയ സാരി തന്നെ കൈവശപ്പെടുത്തി. എല്ലാം തലപ്പാവിനാണ്. കുതിരപ്പന്തിയുടെ പിൻപുറത്തുള്ള കോയിസന്റെ മുറിയിലേക്ക് അപ്പുവിന് മാത്രമേ കടത്തൂ. ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയും ഒരു ചെറിയ കത്തിരിയുമുണ്ട്. കത്തിരി മീശ വെട്ടാനുള്ളതാണ്. അപ്പു അതൊക്കെ എടുത്തു നോക്കുമ്പോൾ കോയിസൻ ചിരിക്കുകയേയുള്ളൂ. തലപ്പാവ് പോലും തൊടാം. ഇത്ര വലിയ തലപ്പാവ് എന്തിനാണ്? ഒരിക്കൽ അപ്പു ചോദിച്ചു. കോയിസൻ പൊട്ടിച്ചിരിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, മാനം പൊട്ടി തലയിൽ വീഴുക എപ്പോഴാണെന്നറിയോ? വീഴുമ്പോൾ തലയ്ക്ക് പരുക്ക് പറ്റരുതല്ലോ. വലിയച്ഛനും വലിയമ്മയുമൊന്നും തലപ്പാവില്ലല്ലോ. അവർ കുട പിടിക്കുന്നുണ്ട്. അതിന്മേൽ മാനം തടഞ്ഞു നിൽക്കും. കോയിസനു നല്ല ബുദ്ധിയുണ്ടെന്ന് അപ്പുവിന് തോന്നി. അന്ന് വൈകുന്നേരം അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ട് വലിയച്ഛൻ്റെ കുടയെടുത്തുകൊണ്ട് പോയി കൊടുത്തു. വെയിലും മഴയുമില്ലല്ലോ അപ്പു, ആകാശം പൊളിഞ്ഞു വീണാലോ? അധിക പ്രസംഗമൊന്നും വേണ്ട, പൊയ്ക്കോളൂ. അമ്മയ്ക്ക് കോയിസനോളം ബുദ്ധിയില്ല.
അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പു അമ്മയോട് മാനം പൊട്ടി വീണാലുള്ള വൈഷമ്യത്തെക്കുറിച്ച് പറഞ്ഞു. പിറ്റേന്ന് അമ്മ ഇതെല്ലാവരോടും പറഞ്ഞുവെന്ന് തോന്നുന്നു. അപ്പുവിനെ എല്ലാവരും പരിഹസിക്കുന്നു. ഇനി അമ്മയോട് ഒന്നും പറയുകയില്ല. കാപ്പി വേണ്ട, ഊണും വേണ്ട, ആരോടും മിണ്ടില്ല. ഗോപിച്ചേട്ടൻ പറയുന്നത് കേട്ടു. അപ്പു നോക്കി നിന്നോ, മാനം വീഴുമ്പോൾ താങ്ങണമല്ലോ. ഗോപിച്ചേട്ടന്റെ കണ്ണടയിൽ ഒരു ഇടി വെച്ചു കൊടുക്കാൻ തോന്നി. എല്ലാവരും പോയപ്പോൾ അപ്പു കോയസന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ കോയസൻ തലപ്പാവ് മുറുക്കുകയായിരുന്നു. അപ്പു മിണ്ടാണ്ടിരുന്നു. കോയസൻ പലതും ചോദിച്ചു. അപ്പു മിണ്ടിയില്ല. ഇവിടെ ഒരു സാധനമുണ്ട്, അപ്പുവിന് വേണ്ടേ? ആ ചോദ്യം കേട്ടപ്പോൾ തലപൊക്കി നോക്കി. എന്താണെന്നറിയാം. കുടുക്കയിലെ അരിച്ചക്കരയിൽ നിന്ന് ഒരു തുണ്ട് കിട്ടും. ഒരു തുണ്ടേ കിട്ടൂ. കൂടുതൽ ചോദിച്ചാൽ പറയും. അധികം തിന്നാൽ മീശ വരുമ്പോൾ നരച്ചിരിക്കും. പിന്നെ അപ്പു ചോദിക്കില്ല. അന്നും ഒരു കഷ്ണം കിട്ടി. ഇനി ആരാണ് അപ്പുവിന് അരിച്ചക്കര തരുക? കോയസൻ പോയല്ലോ. അപ്പു കുതിരാലയത്തിൽ പോയി നോക്കി. ചുകന്ന ആ കുതിര അവിടെയില്ല. വണ്ടിയുമില്ല. കോയസന്റെ മുറി തുറന്നു നോക്കി. കോയസനില്ല. കണ്ണാടിയില്ല. മീശ വെട്ടുന്ന കത്തിരിയുമില്ല. അരിച്ചക്കര വെക്കാറുള്ള കുടുക്ക ഉടഞ്ഞു താഴെ കിടക്കുന്നു. അപ്പു തേങ്ങിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുടച്ച് പറമ്പിന്റെ അതിരിലേക്ക് ചെന്നു. വയലിലേക്ക് എത്ര നേരം നോക്കി നിന്നു എന്നറിഞ്ഞുകൂടാ. പെട്ടെന്നാണ് ചോദ്യം കേട്ടത്. അപ്പു, എന്താണിവിടെ വന്നു നിൽക്കുന്നത്? കോയസന്റെ ശബ്ദം. അങ്ങോട്ട് നോക്കി. തലപ്പാവില്ലായിരുന്നു. തലപ്പാവ് എവിടെ? അപ്പു ചോദിച്ചു. ഇനി തലപ്പാവ് വേണ്ട അപ്പു. അതെന്താ? കോയസന്റെ കഥയൊക്കെ കഴിഞ്ഞു. അപ്പുവിനെ കാണണമെന്നു തോന്നി. അപ്പോഴിങ്ങോട്ട് പോന്നു. ഇതാ അരിച്ചക്കര നീട്ടിക്കാട്ടി. വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ അപ്പുവിന്റെ കൈ പിടിച്ചു മലർത്തി. അതിൽ മുഴുവൻ അരിച്ചക്കര വെച്ചു. കോയസൻ പോകണ്ട, അപ്പു പറഞ്ഞു. കോയസൻ പോണം. അപ്പു, ഡ്രൈവർ നാണു വന്നു. ഒരു കാര്യം ചെയ്യണം. അപ്പു വലുതായി ഡോക്ടറോ എഞ്ചിനീയറോ ആകുമ്പോൾ എൻ്റെ മകൻ കുഞ്ഞാലുവിനെ ഡ്രൈവറാക്കണം. അപ്പു ഡ്രൈവറാക്കാമെന്ന് കുഞ്ഞാലുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പു ചെയ്യണം. കുഞ്ഞാലു ഡോക്ടറായാലോ എന്ന് അപ്പു ആലോചിച്ചു. എങ്കിലും പറഞ്ഞില്ല. അപ്പു ചെയ്യില്ലേ? ചെയ്യാം. കോയസൻ നിറഞ്ഞ കണ്ണ് തുടച്ചിട്ട് മടങ്ങിപ്പോയി. അപ്പു കോയസൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പടിക്കൽ നിന്നും കാറിന്റെ ഹോൺ കേട്ടു. ഉണ്ണിമാമൻ വന്നു. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി അതിന്റെ ആശയം കൂടി ഒന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഒരു തൊപ്പിക്കുടയോളം വലുപ്പമുള്ളതാണ് കോയസന്റെ തലപ്പാവ്. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടിയുറപ്പിക്കുന്നത്. അപ്പോൾ കോയസന്റെ തലപ്പാവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഒരു തൊപ്പിക്കുടയോളം വലുപ്പമുള്ള, ഒരു തൊപ്പിക്കുട എത്ര വലുപ്പം ഉണ്ടാവും അത്രത്തോളം വലുപ്പം ഉണ്ടാകുന്ന ഒരു തലപ്പാവാണ് കോയസന്റേത്. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടിയുറപ്പിക്കുന്നത്, അല്ലെ? അത് കോയസൻ ആ തലപ്പാവ് ചുറ്റുന്നത് വളരെ നേരം പണിപ്പെട്ടാണ്. തലപ്പാവ് മുറുക്കിയെ കുതിരാലയത്തിലേക്ക് കൂടി കിടക്കും. തലയിലൊന്നുമില്ലാതെ കോയസനെ കണ്ടാൽ കുതിര ബഹളം വെക്കും. കോയസൻ ചിരിക്കും. കഴുത, തലപ്പാവില്ലാത്തത് കൊണ്ട് നമ്മളെ മനസ്സിലായില്ല. എന്താണ്? എപ്പോഴും തലപ്പാവ് മുറുക്കിയിട്ട് അല്ലെങ്കിൽ തലപ്പാവ് കെട്ടിയിട്ട് കോയസൻ കുതിരപ്പന്തിയിലേക്ക് പ്രവേശിക്കുള്ളൂ എന്ന്. കാരണം എന്താണ്? കുതിരയ്ക്ക് തലപ്പാവ് ഉണ്ടായാൽ മാത്രമേ കോയസനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന്. തലപ്പാവില്ലാണ്ട് കോയസൻ കുതിരപ്പന്തിയിലേക്ക് ചെന്നാൽ കുതിരയ്ക്ക് മനസ്സിലാവില്ല. അപ്പൊ കോയസൻ എന്താ പറയാ? കഴുത, തലപ്പാവില്ലാത്തത് കൊണ്ട് നമ്മളെ മനസ്സിലായില്ല എന്ന്. കുതിരയെ കോയസൻ കഴുതയെ എന്ന് വിളിക്കില്ലേ? തലപ്പാവില്ലാത്തത് കൊണ്ട് നിനക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയും. വീട്ടിലുള്ളവരുടെ പഴയ മുണ്ടെല്ലാം കോയസനുള്ളതാണ്. ഉണ്ണിമാമന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് 2 പഴയ സാരി തന്നെ കൈവശപ്പെടുത്തി. എല്ലാം തലപ്പാവിനാണ്. വീട്ടിലുള്ള ആൾക്കാരുടെ പഴയ മുണ്ടൊക്കെ കോയസന് കൊടുക്കും. അതുപോലെ തന്നെ ഉണ്ണിമാമന്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് 2 സാരി കോയസൻ വാങ്ങിയിട്ടുണ്ട്. ഇതെന്തിനാ? ഇതും തലപ്പാവ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. കുതിരപ്പന്തിയുടെ പിൻപുറത്തുള്ള കോയസന്റെ മുറിയിലേക്ക് അപ്പുവിന് മാത്രമേ കിടത്തൂ. എന്താണ്? കുതിരപ്പന്തിയിലെ പിൻഭാഗത്തുള്ള മുറിയിലാണ് ആര് താമസിക്കുന്നത്?
കോയസൻ താമസിക്കുന്നത്. കോയസൻ വല്ലപ്പോഴുമേ കോയസന്റെ വീട്ടിലേക്ക് പോകാറുള്ളൂ. തന്റെ കുതിരപ്പന്തിയിലെ അടുത്തുള്ള മുറിയിലായിട്ടാണ് കോയസൻ താമസിക്കുന്നത്. അപ്പൊ അവിടേക്ക് ആർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ? അപ്പുവിന് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയും ഒരു ചെറിയ കത്തിരിയും ഉണ്ട്. കത്തിരി എന്ന് വെച്ചാല് കത്രിക അല്ലെ. അപ്പൊ ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയും ചെറിയൊരു കത്രികയും ഉണ്ട്. കത്തിരി മീശ വെട്ടാനുള്ളതാണ്. കത്രിക എന്തിനുള്ളതാണ്? കോയസന്റെ മീശ വെട്ടാനുള്ളതാണ് കത്രിക. അപ്പു അതൊക്കെ എടുത്തു നോക്കുമ്പോൾ കോയസൻ ചിരിക്കുകയേ ഉള്ളൂ. തലപ്പാവ് പോലും തൊടാം. അപ്പൊ അപ്പുവിന് കോയസന്റെ അടുത്ത് വളരെ സ്വാതന്ത്ര്യമായിരുന്നു. അപ്പൊ അപ്പു അതൊക്കെ തൊടുമ്പോ കോയസൻ ചിരിക്കുകയുള്ളൂ. അപ്പുവിന് കോയസന്റെ തലപ്പാവ് പോലും തൊട്ട് നോക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇത്ര വലിയ തലപ്പാവ് എന്തിനാണ്? ഒരിക്കൽ അപ്പു ചോദിച്ചു. കോയസൻ പൊട്ടിച്ചിരിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, മാനം പൊട്ടി തലയിൽ വീഴുക എപ്പോഴാണെന്ന് അറിയോ? വീഴുമ്പോൾ തലയ്ക്ക് പരിക്ക് പറ്റരുതല്ലോ. അപ്പൊ അപ്പുവിനൊരു സംശയം, എന്തിനാണ് ഇത്ര വലിയ തലപ്പാവ് എന്ന്. ആ സംശയം അപ്പു കോയസനോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ കോയസൻ അതിന് മറുപടി പറഞ്ഞത്, മാനം പൊട്ടി തലയിൽ വീഴുക എപ്പോഴാണെന്ന് അറിയോ? വീഴുമ്പോൾ തലയ്ക്ക് പരിക്ക് പറ്റരുതല്ലോ എന്ന്. മാനം എന്ന് വെച്ചാല് ആകാശം അല്ലെ. ആകാശം പൊട്ടി തലയ്ക്ക് മേലെ വീഴുന്നത് എപ്പോഴാന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്തിനാണ് അത്? തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ്. ആകാശം പൊട്ടി തലയിൽ വീഴുമ്പോ തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ് തലപ്പാവ് വെക്കുന്നത് എന്ന് ഒരു കുസൃതി രൂപത്തില് കോയസൻ അപ്പുവിനോട് പറഞ്ഞു. വല്യച്ഛനും വല്യമ്മയ്ക്കും തലപ്പാവില്ലല്ലോ. അപ്പൊ അപ്പു തിരിച്ചു കോയസനോട് ചോദിച്ചു, എന്നിട്ട് എന്റെ വല്യച്ഛനും വല്യമ്മയ്ക്കും തലപ്പാവില്ലല്ലോ? അവർ കുട പിടിക്കുന്നുണ്ട്, അതിന്മേൽ മാനം തടഞ്ഞു നിൽക്കും. അപ്പൊ അവരെങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോ കുട പിടിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ മുകളില് ആകാശം തടഞ്ഞു നിൽക്കുന്നാണ് കോയസൻ പറയുന്നത്. കോയസന് നല്ല ബുദ്ധിയുണ്ടെന്ന് അപ്പുവിന് മനസ്സിലായി. ഇത് പറഞ്ഞതോടുകൂടി തന്നെ അപ്പു വിചാരിക്കുകയാണ് കോയസന് ഭയങ്കര ബുദ്ധിയാണെന്ന്. അന്ന് വൈകുന്നേരം അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ട് വലിയച്ഛന്റെ കുട എടുത്തു കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അപ്പുവിന്റെ അമ്മ അമ്പലത്തിലേക്ക് പോയി. വൈകുന്നേരം പോകുന്നത് കണ്ടിട്ട് അപ്പു എന്ത് ചെയ്തു? വലിയച്ഛന്റെ ഒരു കുട കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കൊടുത്തു. വെയിലും മഴയും ഇല്ലല്ലോ അപ്പു, ആകാശം പൊളിഞ്ഞു വീണാലോ. അപ്പൊ വെയിലും മഴയൊന്നും ഇല്ലല്ലോ അപ്പു എന്ന് പറയാണ്. അപ്പൊ അപ്പുവിന്റെ മറുപടി ഇതാണ്, ആകാശം പൊളിഞ്ഞു വീണാലോ എന്ന്. വെയിലും മഴയൊന്നും ഇല്ലെങ്കിലും ആകാശം പൊളിഞ്ഞു വീണാലോ എന്ന്. അപ്പൊ അധിക പ്രസംഗം ഒന്നും വേണ്ട, പൊയ്ക്കോളൂ. അപ്പൊ അധിക പ്രസംഗം ഒന്നും വേണ്ട, പൊയ്ക്കോളൂ എന്ന് അമ്മ പറയുകയാണ് അല്ലെ. അമ്മയ്ക്ക് കോയസനോളം ബുദ്ധിയില്ല. അപ്പൊ അപ്പു മനസ്സിലാക്കുകയാണ് അമ്മയ്ക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, കോയസന്റെ അത്ര ബുദ്ധിയൊന്നുമില്ല എന്ന്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പു അമ്മയോട് മാനം പൊട്ടി വീണാലുള്ള വൈഷമ്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അമ്മയോട് അന്ന് അമ്മയ്ക്ക് ബുദ്ധി ഇല്ല എന്നാണ് അപ്പു വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ കോയസൻ പറഞ്ഞ കാര്യം, മാനം പൊട്ടി വീഴുന്ന കാര്യമൊക്കെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ അപ്പു അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് അമ്മ ഇതെല്ലാവരോടും പറഞ്ഞുവെന്ന് തോന്നുന്നു. അപ്പുവിനെ എല്ലാവരും പരിഹസിക്കുന്നു. ഇനി അമ്മയോട് ഒന്നും പറയില്ല, കാപ്പി വേണ്ട, ഊണ് വേണ്ട, ആരോടും മിണ്ടില്ല. അപ്പൊ ഇത് പിറ്റേ ദിവസം എല്ലാവരോടും അമ്മ അങ്ങ് പറഞ്ഞു. എല്ലാവരും അപ്പുവിനെ പരിഹസിക്കുകയും ചെയ്തു. അപ്പൊ അപ്പു തീരുമാനിക്കുകയാണ്, എനിക്ക് ഇനി വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട, കാപ്പിയും വേണ്ട, ഊണും വേണ്ട, ഒന്നും വേണ്ടാന്ന്, ഞാൻ ആരോടും മിണ്ടുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. ഗോപിച്ചേട്ടൻ പറയുന്നത് കേട്ടു. അപ്പോ നോക്കി നിന്നോ, മാനം വീഴുമ്പോൾ താങ്ങണമല്ലോ. അപ്പൊ ഗോപിച്ചേട്ടനും അറിഞ്ഞിട്ടുണ്ട്. ഗോപിച്ചേട്ടന് പൊതുവെ ഈ ഒരു കഥയിൽ അപ്പുവിന് ഇഷ്ടമല്ല അല്ലെ. അപ്പൊ ഗോപിച്ചേട്ടൻ അപ്പുവിനോട് പറയാണ്, നോക്കി നിന്നോ അപ്പു, മാനം വീഴുമ്പോ താങ്ങണല്ലോ എന്ന്. ഗോപിച്ചേട്ടന്റെ കണ്ണാടിയിൽ ഒരു ഇടി വെച്ച് കൊടുക്കാൻ തോന്നി. അപ്പൊ അപ്പുവിന് ദേഷ്യം വന്നു. ഗോപിച്ചേട്ടന്റെ കണ്ണാടിയിൽ ഒരു ഇടി വെച്ച് കൊടുക്കാൻ തോന്നി അപ്പുവിന്. എല്ലാരും പോയപ്പോൾ അപ്പു കോയസന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ കോയസൻ തലപ്പാവ് മുറുക്കുകയായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ അപ്പു എന്ത് ചെയ്തു? കോയസന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ കോയസൻ എന്ത് ചെയ്യായിരുന്നു? കോയസൻ തലപ്പാവ് മുറുക്കുകയായിരുന്നു. അപ്പു മിണ്ടാണ്ടിരുന്നു. അപ്പൊ അപ്പുവിന് ഇത് കോയസൻ പറഞ്ഞു തന്നേലും എല്ലാരും പരിഹസിച്ചേലും ഒക്കെ ഒരു ചെറിയ വിഷമമുണ്ട് അല്ലെ. അപ്പൊ അപ്പു മിണ്ടാണ്ടിരുന്നു.
കോയസൻ പലതും ചോദിച്ചു. അപ്പു മിണ്ടിയില്ല. ഇവിടെ ഒരു സാധനമുണ്ട് അപ്പുവിന് വേണ്ടേ. അപ്പൊ കോയസൻ ഓരോന്ന് ചോദിച്ചിട്ടും അപ്പു ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഒന്നും മിണ്ടിയില്ല. അപ്പൊ കോയസൻ എന്താണ് അപ്പുവിനോട് പറയാണ്, ഇവിടെ ഒരു സാധനമുണ്ട് അപ്പുവിന് വേണ്ടേന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ തലപൊക്കി നോക്കി. എന്താണെന്ന് അറിയാം. കുടുക്കയിലെ അരിച്ചക്കരയിൽ നിന്ന് ഒരു തുണ്ട് കിട്ടും. ഒരു തുണ്ടേ കിട്ടൂ. കൂടുതൽ ചോദിച്ചാൽ പറയും. അധികം തിന്നാൽ മീശ വരുമ്പോൾ നരച്ചിരിക്കും. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോ അപ്പു എന്ത് ചെയ്തു? തലപൊക്കി നോക്കി. അപ്പുവിന് നേരത്തെ അറിയാം ഇത് എന്തിനാണ് ചോദിക്കുന്നതെന്ന്. കാരണം കോയസന്റെ അടുത്തുള്ള കയ്യിലുള്ള കുടുക്കയിൽ നിന്നിട്ട് അരിച്ചക്കര എന്ന് പറയുന്നത് ഒരു പലഹാരമാണ്. അപ്പൊ ഈ അരിച്ചക്കരയിൽ നിന്നിട്ട് ഒരു തുണ്ട് കിട്ടും. ഒരു ചെറിയ തുണ്ടേ കൊടുക്കുകയുള്ളൂ. എന്നിരുന്നാലും അത് അപ്പുവിന് വലിയ ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ ചോദിച്ചാൽ എന്താ കോയസൻ പറയാ? അധികം തിന്നാൽ മീശ വരുമ്പോൾ നരച്ചിരിക്കും. ഈ അരിച്ചക്കര കൂടുതൽ കഴിച്ചാല് അപ്പുവിന് മീശ വരുമ്പോൾ നരച്ച മീശയാണ് വരിക എന്ന് പറയും. പിന്നെ അപ്പു ചോദിക്കില്ല. അപ്പൊ ചോദിക്കാതിരിക്കാനുള്ള കോയസന്റെ ഒരു ഒരു വിളവാണ് എന്ത് ഈ മീശ വരുമ്പോ നരയ്ക്കുന്ന് അപ്പുവിനോട് പറയുന്നത്. അന്നും ഒരു കഷ്ണം കിട്ടി. അപ്പൊ അന്നും കോയസൻ ഒരു കഷ്ണം അരിച്ചക്കര അപ്പുവിന് കൊടുത്തു. ഇനി ആരാണ് അപ്പുവിന് അരിച്ചക്കര തരിക? കോയസൻ പോയല്ലോ. അപ്പൊ അപ്പു ആലോചിക്കുകയാണ്, ഇനിയിപ്പോ എനിക്ക് ആരാണ് അരിച്ചക്കര തരിക? കോയസൻ പോയല്ലോ എന്ന്. അപ്പു കുതിരാലയത്തിൽ പോയി നോക്കി. ചുവന്ന ആ കുതിര അവിടെ ഇല്ല, വണ്ടിയും ഇല്ല. അപ്പൊ അപ്പു കുതിരപ്പന്തിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ ആ ചുവന്ന കുതിരയും ഇല്ല, വണ്ടിയും ഇല്ല. അതായത് അതൊക്കെ വിറ്റ് കളഞ്ഞിരിക്കുന്നു. കോയസന്റെ മുറി തുറന്നു നോക്കി. കോയസൻ ഇല്ല. അപ്പൊ അപ്പു എന്ത് ചെയ്തു? കോയസന്റെ കുതിരപ്പന്തിയുടെ അടുത്തുള്ള മുറിയിൽ പോയിട്ട് മുറി തുറന്നു നോക്കി. അവിടെ കോയസൻ ഇല്ല. കണ്ണാടിയില്ല, മീശ വെട്ടുന്ന കത്തിരിയുമില്ല. അരിച്ചക്കര വെക്കാറുള്ള കുടുക്ക ഉടഞ്ഞു താഴെ കിടക്കുന്നു. അപ്പൊ കണ്ണാടി, കോയസന്റെ കണ്ണാടിയും കത്രികയൊക്കെ കൊണ്ടിട്ട് കോയസൻ പോയിട്ടുണ്ട്. പിന്നെ അരിച്ചക്കര വെക്കാറുള്ള കുടുക്കയാണെങ്കിൽ നിലത്ത് ഉടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പു തേങ്ങിക്കരഞ്ഞു. ഇതുകൂടി കണ്ടപ്പോ അപ്പുവിന് സങ്കടമായി. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുടച്ച് പറമ്പിന്റെ അരികിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അപ്പു എന്ത് ചെയ്തു? കണ്ണു തുടച്ചിട്ട് പറമ്പിന്റെ അരികിലേക്ക് ചെന്നു. വയലിലേക്ക് എത്ര നേരം നോക്കി നിന്നു എന്ന് അറിഞ്ഞുകൂടാ. അപ്പു ആ വയലിലേക്ക് എത്ര നേരം നോക്കി നിന്നു എന്ന് അപ്പുവിന് തന്നെ അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ആണ് ആ ചോദ്യം കേട്ടത്. പെട്ടെന്ന് അപ്പു ഒരു ചോദ്യം കേട്ടു. അപ്പു എന്താണ് ഇവിടെ നിൽക്കുന്നത്? കോയസന്റെ ശബ്ദം. അങ്ങോട്ട് നോക്കി. തലപ്പാവില്ലായിരുന്നു. അപ്പോ പിന്നിൽ നിന്ന് കോയസൻ അപ്പുവിനെ വിളിക്കുന്നു. കോയസന്റെ ശബ്ദമാണ് കേട്ടത്. അപ്പു തിരിഞ്ഞു നോക്കിയപ്പോ തലപ്പാവ് വെക്കാത്ത കോയസനെയാണ് കണ്ടത്. തലപ്പാവ് എവിടെ? അപ്പു ചോദിച്ചു. അപ്പൊ അപ്പു കോയസനോട് ചോദിച്ചു, തലപ്പാവ് എവിടെയെന്ന്. ഇനി തലപ്പാവ് വേണ്ട അപ്പു. അതെന്താ? കോയസന്റെ കഥയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി തലപ്പാവ് വേണ്ട അപ്പു എന്ന് കോയസൻ പറഞ്ഞു. അപ്പൊ അതെന്താന്ന് അപ്പു ചോദിച്ചപ്പോ കോയസന്റെ കഥയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു കോയസൻ. അപ്പുവിനെ കാണണമെന്ന് തോന്നി. അപ്പോഴിങ്ങോട്ട് പോന്നു. ഇതാ അരിച്ചക്കര നീട്ടിക്കാട്ടി. അപ്പുവിനെ കാണണമെന്ന് തോന്നിയപ്പോ വീട്ടിലേക്ക് വന്നതാണ് എന്നാണ് കോയസൻ അപ്പുവിനോട് പറഞ്ഞത്. എന്നിട്ട് ഇതാ അരിച്ചക്കര എന്ന് പറഞ്ഞിട്ട് അപ്പുവിന്റെ നേരെ നീട്ടി കോയസൻ. വാങ്ങാൻ തോന്നിയില്ല അപ്പുവിന്. എന്തുകൊണ്ടോ സങ്കടം കൊണ്ടോ വിഷമം കൊണ്ടോ ആ അരിച്ചക്കര വാങ്ങാൻ അപ്പുവിന് തോന്നിയില്ല. അപ്പോൾ അപ്പുവിന്റെ കൈ പിടിച്ചു മലർത്തി അതിൽ മുഴുവൻ അരിച്ചക്കര വെച്ചു. അപ്പൊ കൈ അമർത്തി തുറപ്പിച്ചിട്ട് കോയസൻ അതിലേക്ക് നിർബന്ധിച്ച് അരിച്ചക്കര വെച്ചു. കോയസൻ പോകണ്ട അപ്പു പറഞ്ഞു. അപ്പൊ അപ്പു എന്ത് പറഞ്ഞു? കോയസൻ പോകണ്ട എന്ന് പറഞ്ഞു. കോയസന് പോണം അപ്പു. ഡ്രൈവർ നാണു വന്നു. ഒരു കാര്യം ചെയ്യണം. അപ്പു വലുതായി ഡോക്ടറോ എഞ്ചിനീയറോ ആകുമ്പോൾ എന്റെ മകൻ കുഞ്ഞാലുവിനെ ഡ്രൈവർ ആക്കണം. അപ്പൊ ഡ്രൈവർ നാണു വന്നില്ലേ അപ്പു? ഇനി എനിക്കിവിടെ റോളില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കാറിന്റെ പുതിയ ഡ്രൈവറാണ് നാണു. അപ്പൊ നാണു വന്നത് കൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്നുള്ളതാണ് അപ്പുവിനോട് കോയസൻ പറഞ്ഞത്. അപ്പൊ പോകുമ്പോൾ അപ്പുവിന് ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടാണ് കോയസൻ പോകുന്നത്. അപ്പു വലുതായിട്ട് പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോൾ കോയസന്റെ മകൻ കുഞ്ഞാലുവിനെ അപ്പുവിന്റെ ഡ്രൈവർ ആക്കണം എന്ന്. കുഞ്ഞാലുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പു ഡ്രൈവർ ആക്കുമെന്ന്. അത് അപ്പു ചെയ്യണം. അപ്പൊ കോയസൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരോട്? കുഞ്ഞാലുവിനോട്. അപ്പു വലിയ ആളായിട്ട് നിന്നെ ഡ്രൈവർ ആക്കുമെന്ന്.
കുഞ്ഞാലു ഡോക്ടർ ആയാലോ എന്ന് അപ്പു ആലോചിച്ചു, എങ്കിലും പറഞ്ഞില്ല. അപ്പൊ അപ്പു ചിന്തിച്ചു കുഞ്ഞാലു പഠിച്ച് വലിയ ആളായിട്ട് ഡോക്ടർ ആയാലോ എന്ന്. പക്ഷെ എന്നിരുന്നാലും അവന്റെ മനസ്സിലുണ്ടെങ്കിലും അത് അവൻ കോയസനോട് ചോദിച്ചില്ല. അപ്പു ചെയ്യില്ലേ? ചെയ്യാം. അപ്പം കോയസൻ പോകുമ്പോൾ ഒന്നുകൂടി അപ്പു വരുത്തുകയാണ്, അപ്പു ചെയ്യില്ലേ എന്ന്. അത് ചെയ്യില്ല. അപ്പൊ അപ്പു ചെയ്യാന്ന് പറയാണ്. കോയസൻ നിറഞ്ഞ കണ്ണ് തുടച്ചിട്ട് മടങ്ങിപ്പോയി. എന്താണ് കോയസന് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ ആ വീട് ഇതിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? കോയസന് ആ വീട്ടിൽ നിന്ന് പോവാൻ തന്നെ വളരെ വിഷമമുണ്ടെന്ന്. അപ്പൊ നിറഞ്ഞ കണ്ണ് തുടച്ചിട്ട് കോയസൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പു കോയസൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പടിക്കൽ നിന്നും കാറിന്റെ ഹോൺ കേട്ടു. ഉണ്ണിമാമൻ വന്നു. അപ്പം കോയസൻ ഇറങ്ങി പോകുന്നത് അപ്പു നോക്കിക്കൊണ്ട് അങ്ങനെ പടിക്കൽ നിൽക്കുമ്പോൾ കാറിന്റെ ഹോണ് കേൾക്കുകയാണ്. അപ്പൊ ഉണ്ണിമാമൻ വന്നു എന്ന് അപ്പുവിന് മനസ്സിലായി. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പകുതിയോളം വായിച്ചു, ഇപ്പോഴും നമ്മൾ വായിച്ചു അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ആശയം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, വിശദമായിട്ട് ഈ പാഠഭാഗം വായിക്കുക, 2 or 3 പ്രാവശ്യം വായിക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 26ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങള്. അതിൽ വായിക്കാം കണ്ടെത്താം എന്നുള്ള ഒരു തുടർ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ എഴുതണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കോയസന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? എന്തൊക്കെയാണ് കോയസന്റെ കുടുംബത്തെ കുറിച്ച് അറിയാം? കോയസൻ ഒരു വീടുണ്ടെന്ന് അപ്പുവിന് അറിയാം അല്ലേ. അതുപോലെ തന്നെ ഖദീസ, അതുപോലെ തന്നെ കുഞ്ഞാലു എന്നിവര് കോയസന്റെ മക്കളാണെന്ന് അറിയാം അല്ലെ. നാണക്കാരിയായിട്ടുള്ള ഖദീസയും അതുപോലെ തന്നെ കുറച്ച് വികൃതിയായിട്ടുള്ള കുഞ്ഞാലുവും അല്ലെ, അവർ രണ്ടുപേരും കോയസന്റെ മക്കളാണെന്ന് അറിയാം. കാരണം അപ്പുവിന്റെ വീട്ടിലേക്ക് ഓണത്തിന് അവര് വരാറുണ്ട് അല്ലെ. അപ്പം അവരെ കുറിച്ചിട്ട് അപ്പൊ കോയസന്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള ചോദ്യത്തിന് ആ ഒരു പാഠഭാഗം വായിച്ചിട്ട് വളരെ വിശദമായിട്ട് നിങ്ങൾ ആൻസർ എഴുതുക കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം: ഒരു കുതിരക്കാരൻ എന്നതിലുപരി എന്തെല്ലാം സഹായങ്ങളാണ് കോയസൻ അപ്പുവിന്റെ വീട്ടിൽ ചെയ്തു കൊടുക്കുന്നത്? ഒരു കുതിരക്കാരനാണെന്ന് വെച്ച് കുതിരയെ കുളിപ്പിക്കുന്നത്, അതുപോലെ തന്നെ കുതിരക്കൊണ്ടി വൃത്തിയാക്കുന്നത്, കുതിരയെ തിരുമുന്നത്, ഈ ജോലി മാത്രമാണോ കോയസൻ ചെയ്തിരുന്നത്? അല്ല അല്ലെ. പിന്നെ എന്തെല്ലാം ജോലിയായിരുന്നു കോയസൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? രജിസ്റ്റർ ഓഫീസിൽ പോവാറുണ്ടായിരുന്നു, പഞ്ചായത്ത് ഓഫീസിൽ പോവാറുണ്ടായിരുന്നു, ആ വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ അല്ലെ, ചായപ്പൊടി വാങ്ങിക്കൊണ്ട് കൊടുക്കാനും അതുപോലെ തന്നെ പുകയില വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ കോയസന് ഒരു വെറുതെ ഇരിക്കാനുള്ള ഒരു സമയം കിട്ടാറില്ലായിരുന്നു. ഒരുപാട് സഹായങ്ങൾ ഒരു കുതിരക്കാരൻ എന്നതിലുപരി ആ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ കോയസൻ ചെയ്യുമായിരുന്നു അല്ലെ. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. മൂന്നാമത്തെ ചോദ്യം: അപ്പുവിനെ എല്ലാവരും പരിഹസിക്കാനിടയായ സംഭവം എന്ത് സംഭവമാണ് എല്ലാവരും അപ്പുവിനെ പരിഹസിക്കാനിടയായത്? കോയസൻ അപ്പുവിനോട് എന്താണ് പറഞ്ഞത്? എന്തിനാണ് തലപ്പാവ് വെക്കുന്നതെന്ന് കോയസനോട് ചോദിച്ചപ്പോ കോയസൻ പറയുന്നുണ്ട്, ആകാശം എങ്ങാനും പൊട്ടി വീണ് കഴിഞ്ഞാല് അത് തടുത്തു നിർത്താലോ എന്നുള്ളതാണ് കോയസൻ പറയുന്നത് അല്ലെ. എന്തിനാണ് കോയസൻ തലപ്പാവ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മാനം പൊട്ടി വീണാലോ അത് താങ്ങി നിർത്തണമല്ലോ എന്നാണ് അപ്പുവിനോട് കോയസൻ പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം അപ്പു അമ്മയോട് പറയുന്നുണ്ട്. അമ്മ അമ്പലത്തിൽ പോകുമ്പോ കുട എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനാന്ന് ചോദിക്കുമ്പോ മഴയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ മഴയും വെയിലും ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കൊടാന്ന് ചോദിക്കുമ്പോ മാനം പൊട്ടി വീണാലോ എന്ന് ചോദിക്കും. അപ്പൊ അധിക പ്രസംഗമൊന്നും വേണ്ടാന്ന് പറയുന്നതോട് കൂടി തന്നെ അപ്പുവിന് വിഷമം വന്നിട്ടായിരിക്കാം രാത്രി കിടക്കുമ്പോൾ അമ്മയോട് ഈ കോയസൻ പറഞ്ഞ കാര്യം അപ്പു ഷെയർ ചെയ്യുന്നു. അതോടെ തന്നെ പിറ്റേ ദിവസം അമ്മ ഇതെല്ലാവരോടും പറയുകയും അപ്പുവിന് അപ്പുവിനെ എല്ലാവരും പരിഹസിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പുവിന് ഇപ്പൊ ഈ കഥ വായിച്ചാൽ തന്നെ അറിയാം, ഗോപിച്ചേട്ടന് അത്ര ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രമാണ്, അപ്പുവിന് അത്ര ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രമാണ്. ഗോപിച്ചേട്ടൻ പോലും ഇത് അറിയുകയും അപ്പുവിനെ പരിഹസിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ അപ്പുവിന് ആകെ നാണക്കേടായി. അതാണ് അപ്പു പരിഹസിക്കപ്പെടാനിടയായ സംഭവം. നാലാമത്തേത്:
കോയസന്റെ തലപ്പാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയും? എന്തൊക്കെ കാര്യങ്ങളാണ് കോയസന്റെ തലപ്പാവിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക? ഒരു തൊപ്പിക്കുടിയോളം വലിപ്പമുള്ളതാണ് കോയസന്റെ തലപ്പാവ് അല്ലെ. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടിയുറപ്പിക്കുന്നത് അല്ലെ. ഒരു തൊപ്പിക്കുടയോളം വലിപ്പമുണ്ട്. വളരെ നേരം പണിപ്പെട്ട് ആണ് ഈ തലപ്പാവ് കെട്ടിയുറപ്പിക്കുന്നത്. അബുവിന്റെ വീട്ടിലെ ഒഴിവാക്കുന്ന മുണ്ടുകളും പഴയ മുണ്ടുകളും അതുപോലെ തന്നെ സാരികളും ഒക്കെ വാങ്ങിയിട്ടാണ് ഈ തലപ്പാവ് കെട്ടുന്നത്. അതുപോലെ തന്നെ തലപ്പാവില്ലാതെ കുതിരപ്പന്തിയില് കോയസൻ പോവാറില്ല. കാരണം തലപ്പാവില്ലാണ്ട് കോയസനെ കുതിരകൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ തലപ്പാവിന്റെ പ്രത്യേകത. ഇതാണ് തലപ്പാവിനെ കുറിച്ചിട്ട് കോയസന്റെ തലപ്പാവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ വായിക്കാം, കണ്ടെത്താം എന്നുള്ളതിൽ 4 ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങള് ടീച്ചർ ഏകദേശം ഒന്ന് പറഞ്ഞു തന്നു. ഇത് ടീച്ചർ പറഞ്ഞത് ഈ പാഠഭാഗം വായിച്ചതൊക്കെ വെച്ചിട്ട് വളരെ വിശദമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ചോദ്യങ്ങളും ഇതിന്റെ ഉത്തരങ്ങളും എഴുതണം. ഇനി അടുത്ത തുടർ പ്രവർത്തനം ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. കാർ വന്നപ്പോൾ കുതിരവണ്ടി ആവശ്യമില്ലാതായി, കുതിരക്കാരൻ കോയസനെയും വേണ്ടാതായി. ഈ വാക്യം നിങ്ങളിൽ എന്തെല്ലാം ചിന്തകൾ ഉണർത്തുന്നു? ഒരു കുറിപ്പാക്കൂ. ഒന്നുകൂടെ വായിക്കാം. കാർ വന്നപ്പോൾ കുതിരവണ്ടി ആവശ്യമില്ലാതായി, കുതിരക്കാരൻ കോയസനെയും വേണ്ടാതായി. ഈ വാക്യം നിങ്ങളിൽ എന്തെല്ലാം ചിന്തകൾ ഉയർത്തുന്നു? ഒരു കുറിപ്പാക്കുക. എന്ത് ചിന്തയാണ് നിങ്ങളെ മനസ്സിൽ ഇത് ഉയർത്തുന്നത്? എന്ത് ചിന്തയാണ് ഉണർത്തുന്നത്? എന്താണ്? പുതിയ ഓരോ സംഭവങ്ങൾ വരുമ്പോ അല്ലെ, നമ്മുടെ നാട്ടില് പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് പഴമ മങ്ങുന്നു, അതായത് പഴമയെ ആവശ്യമില്ലാതാകുന്നു എന്നർത്ഥം അല്ലെ. ഓരോ പുതിയ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ വരുന്നതിനനുസരിച്ച്, പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് നമ്മള് പഴയതിനൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം അല്ലെ. അപ്പൊ ഇത് ഒരു ഏകദേശം ഒരു പേജിൽ കവിയാത്ത ഒരു കുറിപ്പായിട്ട് നിങ്ങൾ എഴുതണം. ഈ പാഠഭാഗം വായിക്കണം. പിന്നെ ഇതുപോലെ നിങ്ങളുടെ ഒരു അനുഭവങ്ങളും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പുതിയ സംഭവങ്ങൾ അല്ലെ, പുതിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ പഴയതിന് നമ്മള് കുറച്ച് ഒഴിവാക്കും അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് ഈ കുതിരവണ്ടി വന്നതോട് കൂടിയിട്ട് കാറ് വന്നതോട് കൂടിയിട്ട് കോയസന്റെ കുതിരവണ്ടി ആവശ്യമില്ലാതാകുന്നു അല്ലെ. അപ്പോ അതോടുകൂടി തന്നെ കോയസനും വേണ്ടാതാകുന്നു. അപ്പോ ഈ ഒരു വാക്യം എന്തൊക്കെ ചിന്തകൾ നിങ്ങളെ ഉയർത്തുന്നു എന്നുള്ളത് നിങ്ങളുടെ വാക്യത്തിൽ തന്നെ ഒരു കുറിപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അതാണ് 2ാമത്തെ ഹോംവർക്ക്. ഇനി 3ാമത്തെ തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് പഴയകാല കേരളീയ ജീവിതത്തിന്റെ എന്തൊക്കെ അടയാളങ്ങൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താം? പഴയകാല കേരളീയ ജീവിതത്തിന്റെ എന്തൊക്കെ അടയാളങ്ങൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താം? ഈ ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്തൊക്കെ അടയാളങ്ങളാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന്, പഴയകാല കേരളീയ ജീവിതത്തിന്റെ എന്തൊക്കെ അടയാളങ്ങളാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നത് എന്ന് നിങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്തൊക്കെയാണ്? കൂട്ടുകുടുംബം അല്ലെ. അപ്പൊ അപ്പുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മുത്തച്ഛനുണ്ട്, വല്യച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ ഗോപിച്ചേട്ടനുണ്ട്, ഉണ്ണിമാമനുണ്ട്, ഒരുപാട് ആൾക്കാർ അല്ലെ അപ്പുവിന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ പണ്ടത്തെക്കാളും ഇപ്പൊ ഒരു അണുകുടുംബമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ 10ഉം 15ഉം പേരൊക്കെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. കുടുംബ വ്യവസ്ഥിതിയായിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അച്ഛൻ, അമ്മ, കുട്ടികൾ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു കുടുംബം ചുരുങ്ങിയിരിക്കുന്നു. അപ്പൊ അത് പഴയകാല കേരളീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, കൂട്ടുകുടുംബം അല്ലെ. അതുപോലെ തന്നെ കുതിരവണ്ടി അല്ലെ. ഇപ്പൊ നമ്മള് ബസ്സും ഓട്ടോയും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം പണ്ട് കാലത്ത് ആളുകൾ കുതിരവണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് 2ാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ പഴയ നായർ തറവാടുകളിലും ജന്മിമാരുടെ തറവാടുകളിലും ഒക്കെ കോയസനെ പോലെ അതുപോലെ തന്നെ കോയസനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പണിയെടുത്തിരുന്നു അല്ലെ. അത് ഒന്ന് പറയാം. ഇപ്പൊ ജന്മിത്ത വ്യവസ്ഥയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഇതിനോട് ഉപമിക്കാം അല്ലെ. അവിടെ ഈ കോയസൻ മാത്രമല്ല, വേറെ ഒരു സ്ത്രീയും
അവിടെ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പു അവരോടാണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, അന്വേഷിക്കുന്നത് കാളിക്കുട്ടി അല്ലേ, കാളിക്കുട്ടിയോടാണ് അന്വേഷിക്കുന്നത് കോയസൻ എവിടെ പോയി എന്ന്. അപ്പോ പഴയ ജന്മിമാരുടെ അല്ലെങ്കിൽ നായർ തറവാടുകളിലൊക്കെ പിന്നെ താഴ്ന്ന ജാതിക്കാരും ഒരുപാട് പേര് പണിയെടുത്തിരുന്നു. ഇതൊക്കെ നമ്മൾക്ക് ഈ ഒരു പിന്നെ പഴയ കേരള ജീവിതത്തിന്റെ അടയാളങ്ങളായിട്ട് നമുക്ക് പറയാം. ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഈ പാഠഭാഗം വായിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് വളരെ വിശദമായിട്ട് എഴുതുക. നിങ്ങൾക്ക് 3 തുടർ പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പൊ ഈ 3 തുടർ പ്രവർത്തനങ്ങളും വളരെ വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ എഴുതുകയും ടീച്ചർക്ക് അയച്ചു തരികയും വേണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. നന്ദി.